15,000 രൂപയ്ക്ക് താഴെയുള്ള വളരെ മികച്ച സ്മാർട്ട് ഫോണായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മൾ കുറേ കാലങ്ങളായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മളെന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 15,000 താഴെ മികച്ച സ്മാർട്ട് ഫോണുകളാണ്. നമ്മൾ 15,000 സ്മാർട്ട് ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിലും 30,000 സ്മാർട്ട് ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിലും 1,00,000 സ്മാർട്ട് ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ അതേ സെഗ്മെൻറ്റിൽ ഏതൊക്കെ സ്മാർട്ട് ഫോൺ ഉണ്ട്, ഏറ്റവും ബെറ്റർ പെർഫോമൻസ് തരുന്ന സ്മാർട്ട് ഫോൺ ഏതാണെന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അത് പർച്ചേസ് ചെയ്യേണ്ടത്. കാരണം ഇപ്പോൾ നമ്മളൊരു 15,000 പല സ്മാർട്ട് ഫോണുകളും നമുക്ക് അവൈലബിൾ ആണ്, പല ബ്രാൻഡിൻ്റെ സ്മാർട്ട് ഫോണുകളും നമുക്ക് അവൈലബിൾ ആണ്. എന്നാൽ ഏത് ബ്രാൻഡാണെങ്കിലും ഏത് സ്മാർട്ട് ഫോണാണ് നല്ലൊരു പെർഫോമൻസ് തരുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് നമ്മൾ സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ 15,000 രൂപയ്ക്ക് താഴെയുള്ള മികച്ച സ്മാർട്ട് ഫോണുകളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന ബ്രാൻഡ് സാംസങ്ങിൻ്റെ ബ്രാൻഡാണ്. നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡാണ് സാംസങ് എന്ന് പറയുന്നത്. കാരണം സാംസങ് എന്ന് പറയുന്ന ബ്രാൻഡ്, പ്രത്യേകിച്ച് സാംസങ്ങിൻ്റെ UI, സാംസങ്ങിൻ്റെ മൊബൈൽ ഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെയധികം ക്ലീനാണ്, വളരെയധികം നല്ലൊരു ബെറ്റർ പെർഫോമൻസും നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ തരുന്ന സ്മാർട്ട് ഫോണാണ്, ഡീസൻറ്റ് സ്മാർട്ട് ഫോണാണ്. സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോൺ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു ഫോൺ നോക്കാവുന്നതാണ്. സാംസങ് F50 5G വളരെ നല്ല സ്മാർട്ട് ഫോണാണ്. 90 Hz AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. MediaTek Dimensity 6000 ആണ് ചിപ്സെറ്റ് വരുന്നത്. 50 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 5 MP അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്. 13 MP സെൽഫി ക്യാമറ വരുന്നുണ്ട്. ബാറ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. 25 വാട്ട് ചാർജിങ്. മോണോ സ്പീക്കറാണ് വരുന്നത്. സൈഡ് മൗണ്ടർ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് വരുന്നത്. ഹൈബ്രിഡ് SD കാർഡ് സ്ലോട്ടാണ് വരുന്നത്. ഹൈബ്രിഡ് SD കാർഡ് സ്ലോട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു സിമ്മും ഒരു SD കാർഡും അല്ലാന്നുണ്ടെങ്കിൽ 2 സിമ്മും യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഹൈബ്രിഡ് സ്ലോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ Android 14 ആണ്. 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും തരുന്നുണ്ട്. പിന്നെ സാംസങ്ങിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ടുള്ള നോക്സ് സെക്യൂരിറ്റി, അതേപോലെ തന്നെ സെക്യൂർ ഫോൾഡർ എന്ന് പറയുന്നതിലുള്ള ഫീച്ചറൊക്കെ സാംസങ് തരുന്നുണ്ട്. പിന്നെ സാംസങ് വാലറ്റ് ഉണ്ട്, ബട്ട് NFC അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് ടാപ്പ് ആൻഡ് പേ ഒന്നും പറ്റില്ല. അപ്പോൾ NFC അവൈലബിൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ നമ്മുടെ അടുത്തത് പറയുന്നുണ്ട്, അതിൽ ടാപ്പ് ആൻഡ് പേ കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ NFC അവൈലബിൾ അല്ല. സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്മാർട്ട് ഫോൺ ബൈ ചെയ്യുന്ന സമയത്ത് അതിൽ ചാർജറൊന്നും ഉണ്ടാവില്ല ബോക്സിൽ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ നമ്മളത് വാങ്ങേണ്ടി വരും. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4GB 128GB വരുന്നത് 12,999 രൂപയാണ്. അതേപോലെ തന്നെ 6GB 128GB വരുന്നത് 14,499 രൂപയാണ്. അപ്പോൾ അത് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കൂടുതൽ റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ബൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് സ്മാർട്ട് ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ തന്നെ സാംസങ് M34 5G ആണ്. കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്തിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. 120 Hz AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. പിന്നെ Exynos 1280 ആണ് വരുന്നത്. അതേപോലെ തന്നെ ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോൺ തരുന്നുണ്ട്. 50 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 13 MP സെൽഫി ക്യാമറ, അതേപോലെ തന്നെ 8 MP അൾട്രാ വൈഡ് ക്യാമറയും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വരുന്നുണ്ട്. പിന്നെ ബാറ്ററി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. മോണോ സ്പീക്കറാണ് വരുന്നത്. സൈഡ് മൗണ്ടർ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. ഇവിടെയും ഹൈബ്രിഡ് SD സ്ലോട്ടാണ് വരുന്നത്. പിന്നെ Android 13 ആണ് ഇവിടെ വരുന്നത്, Android 14 അല്ല. Android 13 വിത്ത് 4 years അപ്ഡേറ്റും നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ സാംസങ്ങിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ടുള്ള നോക്സ് സെക്യൂരിറ്റി, അതേപോലെ തന്നെ സെക്യൂർ ഫോൾഡർ എന്നുള്ള ഫീച്ചേഴ്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് NFC അവൈലബിൾ ആണ്. ടാപ്പ് ആൻഡ് പേ കാര്യങ്ങളൊക്കെ സാംസങ് വാലറ്റിൽ പറ്റുന്നതാണ്. പിന്നെ ഇതിലും ചാർജർ ഉണ്ടാവില്ല. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 6GB 128GB 1499 രൂപയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ റിവ്യൂസും കാര്യങ്ങളും കണ്ടിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഒരു വാല്യൂ ഫോർ മണി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോണാണിത്. കുറച്ചുകൂടി ബെറ്റർ പെർഫോമൻസ് തരുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. പിന്നെ ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിയൽമി P1 ഇപ്പോഴത്തെ ലോഞ്ച് ചെയ്തിട്ടുള്ള റിയൽമി P1 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ കുഴപ്പമില്ലാത്തൊരു സ്മാർട്ട് ഫോണാണ്. 120 Hz AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. MediaTek Dimensity 7050 ചിപ്സെറ്റ് വരുന്നുണ്ട്. 50 MP ഡുവൽ ക്യാമറ സെറ്റപ്പാണ്. 16 MP സെൽഫി ക്യാമറ, അതേപോലെ തന്നെ 5000 mAh ബാറ്ററിയാണ്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. 32 സ്മാർട്ട് ഫോണിൽ മോണോ സ്പീക്കർ ആയിരുന്നു, ഇവിടെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്. പിന്നെ SD കാർഡ് അവൈലബിൾ അല്ല. ഹൈബ്രിഡ് SD കാർഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഡെഡിക്കേറ്റഡ് SD കാർഡ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ ബോർഡ് വയേഴ്സ് ഉണ്ട്, അത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റും തോന്നുന്നു. ഞാൻ ഈ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ BGMI 60 FPS നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ
ഈ സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 6GB 128GB 15,999 രൂപയാണ്. കൂടുതൽ വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യാൻ പറ്റും. പോക്കോ ഫോൺ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, പോക്കോ ഫാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന സ്മാർട്ട് ഫോണാണ് പോക്കോൻ്റെ X6 Neo എന്ന് പറഞ്ഞിട്ടുള്ള സ്മാർട്ട് ഫോൺ. 120 Hz AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. Dimensity 6080 ആണ് വരുന്നത് ചിപ്സെറ്റ്. 110MP ഡുവൽ ക്യാമറയാണ് വരുന്നത്. 16MP സെൽഫി ക്യാമറ. ബാറ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 33 വാട്ടിൻ്റെ ചാർജിങ്ങും മോണോ സ്പീക്കേഴ്സാണ് ഇവിടെ വരുന്നത്. സൈഡ് മൗണ്ട് ഫിംഗർ പ്രിൻറ് സെൻസറാണ്. ഹൈബ്രിഡ് സിം സ്ലോട്ട് ഇവിടെ വരുന്നുണ്ട്. Android 13 ആണ്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ സിം ആയിട്ടുള്ള ബെസൽസ് ആണ്. ബെസൽലെസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒക്കെ പറയാം. കാരണം വളരെ നല്ലൊരു ഡിസൈനാണ് ഡിസ്പ്ലേ ആ ഭാഗം നമുക്ക് കാണുന്നത്. 6GB 128GB വേരിയൻറ്റിന് 15,999 രൂപയാണ് പ്രൈസ് വരുന്നത്. പിന്നെ അടുത്തൊരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇന്ത്യൻ ബ്രാൻഡായിട്ടുള്ള ലാവേൻ്റെ സ്മാർട്ട് ഫോണാണ്. ലാവ സ്റ്റോം 5G എന്ന് പറയുന്നിട്ടുള്ള സ്മാർട്ട് ഫോൺ. 120 Hzൻ്റെ IPS LCD പാനലാണ് വരുന്നത്. AMOLED ഡിസ്പ്ലേ ഒന്നുമല്ല, IPS LCD പാനലാണ്. Dimensity 6080 ചിപ്സെറ്റ് ആണ് വരുന്നത്. 50MP ഡുവൽ ക്യാമറ, 16MP സെൽഫി ക്യാമറ, അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി, 33 വാട്ടിൻ്റെ ചാർജിങ്. മോണോ സ്പീക്കേഴ്സാണ് വരുന്നത്. സൈഡ് മൗണ്ടർ ഫിംഗർ പ്രിൻറ് സെൻസറാണ്. ഇവിടെ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ Android 13 ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 13 ആണ്. അതിന് ശേഷം നമുക്ക് അപ്ഡേറ്റ് കിട്ടും. അങ്ങനെ 14ലേക്ക് പോകാം. പിന്നെ ക്ലീൻ സോഫ്റ്റ്വെയർ ആണ്, അറിയാമല്ലോ. ലാവൻ്റെ സ്മാർട്ട് ഫോൺ വലിയൊരു ബ്രോഡ് ബേസും കാര്യങ്ങളൊന്നും ഇല്ലാതെ ക്ലീൻ സോഫ്റ്റ്വെയറും നല്ലൊരു ക്ലീൻ UI സിസ്റ്റം ആണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ലാവൻ്റെ സ്മാർട്ട് ഫോൺ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇപ്പോഴത്തെ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ബ്രാൻഡ് മോട്ടോ G64 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. 120 Hzൻ്റെ IPS LCD പാനലാണ് വരുന്നത്. അതേപോലെ തന്നെ Dimensity 7025 ആണ് ചിപ്സെറ്റ് വരുന്നത്. 50MP OIS സപ്പോർട്ട് ചെയ്യുന്ന ഡുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 16MP സെൽഫി ക്യാമറ സെറ്റപ്പ്, 8MP അൾട്രാ വൈഡ് ക്യാമറയും വരുന്നുണ്ട്. ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് വരുന്നത്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഇവിടെ ഉള്ളത്. പിന്നെ ബ്രോഡ് ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രോഡ് ബേസ് ഈ ഒരു സ്മാർട്ട് ഫോണിലുണ്ട്. ബഡ്ജറ്റ് റേഞ്ച് സ്മാർട്ട് ഫോണിൽ മോട്ടോ ബ്രോഡ് ബേസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. മോട്ടോൻ്റെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ്. മറ്റുള്ള ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. NFC അവൈലബിൾ ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മോട്ടോൻ്റെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത ഡിസൈനാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ റിവ്യൂസും കാര്യങ്ങളും കണ്ടിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ആരെങ്കിലും നിങ്ങളെ സുഹൃത്തുക്കൾ ആരെങ്കിലും സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ ടെക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ.